ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ വേണിച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ സവാളയുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഈ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതാ സവാള ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. പച്ചമണം നന്നായി മാറിയതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. പൊടികൾ ഒരിക്കലും കരിഞ്ഞു പോകാൻ ഇടവരരുത്. അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇനി പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റായി കിട്ടണം. തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലുള്ള മസാല കാണിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയിൽ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണ്ട. ഇവിടെ ഇപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മുട്ടയിൽ നന്നായിട്ട് മസാലയെല്ലാം നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വന്നോളും. ഇനി മുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ വരഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ കാണിച്ചാലും പെട്ടെന്ന് മസാലയെല്ലാം മുട്ടയിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഉരുക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചതോ അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അത് പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ടയിലേക്ക് മസാലയെല്ലാം നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വന്നോളും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുട്ടയിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഈ ഒരു ഗ്രേവി മതി. ഈ ഒരു ഗ്രേവിയിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. പുട്ടായാലും മതി, വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്